ഹായ് ഡിയേഴ്സ്, 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു റീയൂണിയനാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാനും അവരെ കാണാനും ഒക്കെയുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. മറ്റു ചിലർക്ക് അവരാഗ്രഹിച്ച ചില ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ അവരാഗ്രഹിച്ച വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇന്നർ വോയിസ്, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നടന്നു കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ചില കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇത് നടക്കും, 48 അവേഴ്സിനുള്ളിൽ അത് എൻ്റെ ജീവിതത്തിൽ നടക്കും, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇനി ചില പേരോട് യൂണിവേഴ്സ് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദത്തെ കേൾക്കൂ എന്നുള്ളത്. അതാണ് കറക്റ്റായിട്ടുള്ള വഴി എന്നുള്ളത് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ വളരെ വലിയ ഒരു ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് എന്തിനേയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്തിനേയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ പ്രണയമായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയായാലും എന്തിനേയും നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് ട്യൂൺ ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളിൽ ഉയർന്നിരിക്കുന്നു. നിങ്ങളിലെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇവിടെ തണ്ടർ ബോൾട്ട് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില പേർക്ക് അത് നല്ലതായിരിക്കാം, ചില പേർക്ക് അവർ വിചാരിച്ചതിനേക്കാളും ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കുള്ള ജോബിൻ്റെ കാര്യത്തിലായാലും നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അത് കിട്ടാനുള്ള പണമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ, ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് പെൻഡിങ്ങിലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധിച്ചോ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ഫൈനാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ നിങ്ങൾക്കത് തരണമെന്ന് വിചാരിച്ചു ഒരിക്കലും നിങ്ങൾക്കത് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലായിരിക്കാം, നിങ്ങളിലേക്ക് തരുന്നതായിരിക്കാം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അത് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു